നമസ്കാരം. ചാറ്റ് വിത്ത് ഗ്രൗണ്ട് ബ്രേക്കർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 26ാം IFFK ഡേ വേദിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ശബ്ദമേഖലയിൽ അതുല്യ പ്രതിഭയായ ടി കൃഷ്ണനുണ്ണി സാറാണ്. സാറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സാർ. സാറിനോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ ലഭിച്ചതിൽ തന്നെ വളരെ സന്തോഷം. സാർ നിരവധി വർഷങ്ങളായിട്ട് IFFKയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ. പണ്ടത്തെ IFFKയും ഇപ്പോഴത്തെ ഇതും തമ്മിലുള്ളൊരു വ്യത്യാസം സാർ എങ്ങനെ നോക്കിക്കാണുന്നു? പണ്ടത്തെ IFFK ഈ സിനിമയിൽ അനലോഗ് ഡിജിറ്റലായ പോലെ തന്നെ IFFK നാച്ചുറലി പ്രൊജക്ഷൻ കംപ്ലീറ്റ് മാറി. പണ്ടത്തെ IFFK എല്ലാം ഫിലിം പ്രൊജക്ഷനായിരുന്നു, ഫിലിം കണ്ടിട്ട് പോലും. ഇപ്പോൾ ഫിലിം പോലും കാണാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ആ 35mm ഫിലിം ആയിരുന്നു പ്രൊജക്റ്റ് ചെയ്യുന്നത്. പഴയ പ്രൊജക്ടറുകളും അതെല്ലാം കൂടി മാറി ഇപ്പോൾ ഡിജിറ്റൽ പ്രൊജക്ഷനായി. അപ്പോൾ അതിന് സൗണ്ടിന് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, പണ്ട് ഫ്രീക്വൻസി റെസ്പോൺസ് ഉണ്ടെന്നുണ്ട്. അതായത് നമുക്ക് കേൾക്കാൻ പറ്റിയ ഫ്രീക്വൻസികൾ 20 to 20,000 ഹെർട്സാണ് ഒരു മനുഷ്യർ കേൾക്കാൻ പറ്റുക, ഒരു അഡൾട്ട് ഹ്യൂമൻ ഇയർ. അപ്പോൾ എല്ലാ എക്യുപ്മെൻറ്റുകളും അത് അത്ര റീപ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് ഐഡിയലി. പക്ഷേ പണ്ടത്തെ സിനിമയിലൊന്നും ഒരിക്കലും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. മെക്കാനിക്കൽ റെസ്ട്രിക്ഷൻ. ഒരു പ്രൊജക്ടറിലാണെന്ന് വെച്ചാൽ ഒരു ചെറിയ സ്ലിറ്റിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് കിടത്തിയിട്ടാണ് സൗണ്ട് കേൾപ്പിക്കുന്നത്. അപ്പോൾ ആ സ്ലിറ്റിൻ്റെ ഡയമെൻഷനൊക്കെ ലിമിറ്റഡാണ്. അപ്പോൾ ഒരിക്കലും 20K വരെയൊന്നും പോവില്ല. മാക്സിമം പോയൊരു 7K 7.5K എത്ര നല്ല തിയേറ്ററിലായാലും അത്രയൊക്കെ കേൾക്കാൻ പറ്റും. അത്രയും നമുക്ക് പണ്ട് സൗണ്ടിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് അത്രയും കേൾക്കാൻ പറ്റുള്ളൂ. റെക്കോർഡ് ചെയ്യുമ്പോഴും അതേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല, അതെല്ലാം ഓപ്പണായി. ഇപ്പോൾ വാങ്ങിച്ച 20K വരെ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ശബ്ദരേഖ ശ്രദ്ധിച്ചാൽ, പ്രത്യേകിച്ച് മ്യൂസിക്കിൽ നമ്മൾ പണ്ട് കേൾക്കാത്ത ശബ്ദങ്ങളൊക്കെ നമുക്കിപ്പോൾ കേൾക്കാം. കാരണം പണ്ട് കേൾക്കാൻ പറ്റില്ലായിരുന്നു, ഇപ്പോൾ അത് കേൾക്കാൻ പറ്റും. മറ്റേ നമ്മൾ ഫിലിമിൽ ചെയ്യുന്ന കാലത്ത് നമ്മൾ സൗണ്ട് ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ കേൾക്കുന്ന പോലെ ഒരിക്കലും ഫിലിമിൽ കേൾക്കാൻ പറ്റില്ല. ആ ലാബറട്ടറിയിൽ ഒരു പ്രോസസ്സിങ് ഉണ്ട്. ഈ ഫിലിം നമ്മൾ ഫോട്ടോ എടുത്ത് ഫിലിം പ്രോസസ്സ് ചെയ്യുന്ന പോലെ തന്നെ ഈ സൗണ്ടിനും ഫിലിമിലാണ് സൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ഇതേപോലെ പ്രോസസ്സ് തിരിച്ചു വരുമ്പോൾ കുറേ ലോസസ് ഉണ്ടാവും. നമുക്ക് ടെൻഷനാകും. ഒരു പടം ഫിലിമിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ പ്രിൻ്റ് വരുന്നവരെ നമുക്ക് ടെൻഷൻ. ഇതേ കേട്ട് നോക്കുമ്പോൾ അറിയുള്ളൂ എങ്ങനെയുണ്ട്. ആ വ്യത്യാസം ഇപ്പം ഇല്ല. ഇപ്പോൾ തിയേറ്ററിൽ കേൾക്കുന്ന നമ്മൾ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ കേൾക്കുന്ന അതേപോലെ തന്നെ തിയേറ്ററിലും കേൾക്കാൻ പറ്റും. അതൊരു വലിയ അച്ചീവ്മെൻ്റാണ് ഈ ടെക്നോളജിക്കലായിട്ട് നോക്കുമ്പോൾ. അതാണ് ബേസിക് ഡിഫറൻസ്. പക്ഷേ IFFKയിലും അത് തന്നെയാണ് ഡിഫറൻസ്. പണ്ടൊക്കെ ഞങ്ങൾ IFFK ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിൽ ഞാനെല്ലാം ഓൾമോസ്റ്റ് അപ്പോൾ എല്ലാ തിയേറ്ററിലും പോയിട്ട് അവിടുത്തെ പ്രൊജക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഒരു മറ്റേ മാസ്കൊക്കെ ഉണ്ട് ഈ പ്രൊജക്ടറിൽ, അതെങ്ങനെയുണ്ട്, സൗണ്ട് എങ്ങനെ കേൾക്കുന്നുണ്ട്, ഇതെല്ലാം ശ്രദ്ധിച്ച് ഓരോ തിയേറ്ററിലും ഓരോ സ്റ്റാൻഡേർഡൊന്നും നോക്കും, ഓരോന്നും ഒരേപോലെയും. നമ്മൾ പിന്നെ സജസ്റ്റ് ചെയ്യും ഇതൊക്കെ നിങ്ങൾ മാറ്റണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പോയിട്ട്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ എല്ലാം സ്റ്റാൻഡേർഡൈസ്ഡാണ്. എല്ലാം പുതിയ തിയേറ്റേഴ്സിന് പുതിയ പ്രൊജക്ടേഴ്സാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ചേഞ്ച് ഭയങ്കര വാസ്റ്റ് ഡിഫറൻസ്. ഈ അനലോഗിൽ നിന്ന് ഡിജിറ്റലിലോട്ടുള്ളൊരു വ്യത്യാസം. അതെ. പിന്നെ സാർ അടൂർ ഗോപാലകൃഷ്ണൻ സാർ, അരവിന്ദൻ, ഷാജിയാൻ കരുൺ അവരുടെ കൂടെയൊക്കെ സാർ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോഴൊക്കെ ഉണ്ടായ എക്സ്പീരിയൻസ് എങ്ങനെ? അത് ഓരോ ഡയറക്ടേഴ്സും ഓരോ പോലെയുണ്ട് കൺസീവ് ചെയ്യുന്നതന്നെ. ഇപ്പോൾ അടൂർ സാറാണ് പറഞ്ഞ അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതുമ്പോഴേ അദ്ദേഹത്തിന് അറിയാം എന്തൊക്കെയാണ്, എങ്ങനെ വരും. അതിന് ഒരു ഇഞ്ച് പോലും മാറില്ല. പുള്ളി മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ എല്ലാം ഒരു ഫ്രെയിമിൽ ഇന്നാൾ ഇങ്ങനെ നടക്കും, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ നോക്കും, അല്ലെങ്കിൽ ഈ ശബ്ദം ഒരു കാക്ക കരയുകയാണെങ്കിൽ പോലും അവിടെ കാക്ക കരഞ്ഞിരിക്കും. അത് അദ്ദേഹം അത്ര പെർഫെക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ് അടൂർ സാർ. പക്ഷെ അരവിന്ദ് സാർ പറഞ്ഞാൽ അങ്ങനെയല്ല. പുള്ളി കുറച്ചുകൂടി കുറച്ചുകൂടി ഒരു ഇവോൾവ് ചെയ്യണം. പടം ഇമ്പ്രവൈസ് ചെയ്യാൻ പറ്റില്ല. പല ഇമ്പ്രവൈസേഷൻസും ഷൂട്ടിംഗ് സമയത്തും എഡിറ്റിംഗ് സമയത്തും സൗണ്ട് റെക്കോർഡിങ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു അരവിന്ദ് സാർ. അതുപോലെ ഷാജിയൻ കരുൺ അതേപോലെ ശബ്ദത്തിൽ ഞാൻ സൗണ്ട് ട്രാക്കാണ് എനിക്ക് കൂടുതൽ. സൗണ്ട് ട്രാക്ക് ഷാജിയൻ കരുണിനുള്ള നേരത്തെ പ്ലാൻ ചെയ്ത്. ഇപ്പോൾ അദ്ദേഹത്തിന് കൂടെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ പിറവി തൊട്ട് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴേ ഞാനും കൂടി ഇൻവോൾവാണ്. അതിന് എന്തൊക്കെ ശബ്ദം വേണം, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അപ്പോഴത്തൊട്ടേ ആലോചിച്ച് അതെവിടെ നിന്ന് റെക്കോർഡ് ചെയ്യും ആലോചിച്ച് അപ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ്. കുട്ടിസ്രാങ്ക എന്നുള്ള പടത്തിൽ ഒരു ഡക്ക് ഇങ്ങനെ കോണി കയറി പോണ ഒരു അതിൻ്റെ ശബ്ദം ഒക്കെ അതിനെ പ്ലാൻ ചെയ്തതാണ്. അത് പെട്ടെന്ന് ഡക്കിൻ്റെ ശബ്ദം എടുത്തിട്ടല്ല, നേരത്തെ പ്ലാൻ ചെയ്താൽ അങ്ങനെ ശബ്ദം വേണം. അങ്ങനെയാണ് 3 പേരും. എല്ലാം ഡിഫറെൻറ്റ് സ്റ്റൈലാണ്, ഓരോരുത്തരും ഓരോ പോലെയാണ്. ഒന്നും മോശമൊന്നും നല്ലതൊന്നും പറയാൻ പറ്റില്ല. അനലോഗിൽ വർക്ക് ചെയ്യുന്നതാണോ ഡിജിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണോ കൂടുതൽ കംഫർട്ടായിട്ട്? ഒരു ശബ്ദലേഖ എന്നുള്ള എനിക്ക് അനലോഗിലല്ല ഡിജിറ്റലിനെ കംഫർട്ട്. കാരണം എന്താ വെച്ചാൽ ഡിജിറ്റലിൽ നമുക്ക് കണ്ടമാനം
എഡിറ്റിംഗ് പോസിബിലിറ്റി ഉണ്ട്. അനലോഗിൽ ഒരു ശബ്ദം ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് ഇടുക പറഞ്ഞാൽ ഭയങ്കര മെനക്കെടും. അപ്പോൾ ഒരു റീലിൽ നിന്ന് ഒരു ശബ്ദം എടുത്ത് 4ാമത്തെ റീലിൽ നിന്ന് 12ാമത്തെ റീലിൽ ഇടണമെന്ന് പറഞ്ഞാൽ അതൊരു 2 മണിക്കൂറും ഉള്ള പണിയുള്ള ജോലിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യും. എഡിറ്റിങ്ങിന് ഭയങ്കര പോസിബിൾ. പിന്നെ ഈ പറഞ്ഞ പോലുള്ള ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, ഈ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസിന് ലിമിറ്റേഷൻ, അതുപോലെ ഡൈനാമിക് റേഞ്ച് ഉണ്ട്. ഒരു പ്രത്യേക ലിമിറ്റ് കഴിഞ്ഞാൽ സൗണ്ട് ഡിസ്റ്റോർട്ട് ചെയ്യും. എല്ലാ മീഡിയത്തിലും, മാഗ്നറ്റിക് ടേപ്പ് ആയാലും ഫിലിം ആയാലും ഇല്ല, ഭയങ്കര ഹൈ ലെവൽ ശബ്ദം ഡിസ്റ്റോർട്ട് ചെയ്യും, ഒരു ജാറിങ് സൗണ്ട് വരും. അതില്ല ഡിജിറ്റലിൽ. അതിന് ഡൈനാമിക് റേഞ്ച് വളരെ കൂടുതൽ. ഡിസ്റ്റോർട്ട് ചെയ്യും, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ച് ബെറ്ററാണ് ഡിജിറ്റൽ മീഡിയ. പിന്നെ ക്വാളിറ്റി, ഈ പറഞ്ഞ പോലെ സൗണ്ട് ക്വാളിറ്റി, അതിപ്പോൾ ഞാൻ പറയുന്നത് എനിക്കറിയില്ല, ഞാൻ പലരും അതല്ലാന്നും പറയുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ള പണ്ടത്തെ മ്യൂസിഷ്യൻസൊക്കെ, ഇപ്പോൾ ലതാ മങ്കേഷ്കറിനെ പറയുന്ന കേട്ടിട്ടുണ്ട്. അവരൊക്കെ ഡിജിറ്റൽ വന്നപ്പോൾ അവർക്ക് അനലോഗിനോടായിരുന്നു കൂടുതൽ താല്പര്യം. കാരണം അവർ ഈ വോയിസിലൊരു വാംത്ത് ഉണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അത്ര ഹൈ ഫ്രീക്വൻസി സൗണ്ട് ആരും ഉണ്ടാക്കുന്നില്ലല്ലോ, ഉണ്ടാക്കാൻ പറ്റില്ല. മനുഷ്യന് അത്ര ഒരു 10K ഒന്നും ഒരു മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ഈ ഡിജിറ്റലിൻ്റെ അത്ര ഹൈ ഫ്രീക്വൻസി ഓപ്പൺ ആകുമ്പോൾ ഒരു അൺനാച്ചുറൽ ഫീൽ വരും. അപ്പോൾ അതിന് പണ്ടത്തെ ശബ്ദം കേട്ടറിയും, പണ്ടത്തെ പാട്ടുകളൊക്കെ യേശുദാസിൻ്റെ ലതാജിയുടെ പാട്ട് കേട്ട് ആ ഒരു വാംത്തുണ്ട് ശബ്ദത്തിൽ, അത് കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആസ് എ ടെക്നീഷ്യൻ എനിക്ക് തോന്നുന്നു അത് വലിയ ഇഷ്യൂ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഡിജിറ്റൽ തന്നെയാണ് പ്രിഫറബിൾ. കാരണം ഇവയൊക്കെ കുറേ അതിൻ്റെ നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ ഡിജിറ്റലിന് അഡ്വാൻറ്റേജ് കുറേ അധികമുണ്ട് അനലോഗിനേക്കാളും. ഇത് കുറേ കാലമായിട്ടുള്ളൊരു ഇതാണ് ഡിജിറ്റൽ അനലോഗം എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റ്. അതിപ്പോൾ നിർന്നു, ഇപ്പോൾ അധികം ഇല്ല. എല്ലാവരും അനലോഗിലേക്ക് തന്നെ, അനലോഗ് ഇമ്പ്രൂവ് ചെയ്ത് അല്ല ഡിജിറ്റലിൻ്റെ അനലോഗ് ക്വാളിറ്റി. ഇപ്പോൾ അനലോഗിൻ്റെ ഫീൽ കിട്ടത്തക്കുള്ള പ്ലഗിൻസൊക്കെ വരുന്നുണ്ട് ഡിജിറ്റലിൽ. അത് കിട്ടി കഴിഞ്ഞാൽ അനലോഗ് പോലെ തോന്നും, അങ്ങനെയൊക്കെ. അപ്പോൾ അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ തന്നെയാണ് ബെറ്റർ എന്ന്. വർക്ക് ചെയ്യാനുള്ള സൗകര്യം, ഫാസ്റ്റായിട്ട് ചെയ്യുന്നു. മറ്റൊക്കെ ഒരു പടം ഡബ് ചെയ്യണമെങ്കിൽ 1 മാസമൊക്കെ എടുത്തിട്ട് ഡബ് ചെയ്യുള്ളൂ. കാരണം ഒരാളുടെ ഡയലോഗ് ചിലപ്പോൾ 1ാമത്തെ റീലിൻ്റെ 500 അടിയിൽ കഴിഞ്ഞാൽ പിന്നെ 10ാമത്തെ റീലാവും. അപ്പോൾ ഈ റീലൊക്കെ മാറ്റി അത്ര ടൈം വേസ്റ്റാണ്. അപ്പോൾ ആർട്ടിസ്റ്റുകൾക്കും വർക്കിനും എല്ലാവർക്കും ടൈം വേസ്റ്റാണ്. ഇതിപ്പോൾ അതൊന്നുമില്ല, പെട്ടെന്ന് വർക്ക് എടുത്ത് പോകാൻ പറ്റും. സാർ, ഈ ഒരു മേഖലയിലോട്ട് സാർ കടന്നു വരാനിടയ സാഹചര്യം എന്താണ്? അല്ല, അങ്ങനെ ഞാനൊക്കെ BSc ഒക്കെ പാസ്സാകുമ്പോഴേ 1970 ഞാൻ BSc പാസ്സായി. കോഴിക്കോട് ദേവരി കോളേജിലാണ്, സെൻറ്റ് ജോസഫ്സ് കോളേജ്. അപ്പോൾ അന്നൊക്കെ പാസ്സായ ഷുവറാണ് ഒരു ജോലിയും കിട്ടില്ലെന്ന്. BSc പാസ്സായതുകൊണ്ട് കാര്യമില്ല, ഒരു ജോലി ഇന്ന് എത്രയോ ഭേദമാണ്. ഇന്ന് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് അന്നില്ല. അപ്പം ഞാൻ MScക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ അതൊന്നും കിട്ടിയില്ല, MScക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ ബോംബെയിലുണ്ട്, പുള്ളിയുടെ അടുത്ത് ബോംബെ പോയി എല്ലാം ട്രൈ ചെയ്യാൻ കൊണ്ട് പോയത്. അപ്പോൾ ഒരാൾ നമ്മുടെ തന്നെ റിലേറ്റീവ് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്ത് വാങ്ങി വെച്ചിരിക്കുക FTLക്ക് അയക്കാൻ വേണ്ടി. അപ്പോൾ അയാൾക്ക് അന്ന് ദുബായിലേക്ക് പോകാൻ ഒരു ഓഫർ കിട്ടി. അപ്പോൾ അയാൾ ആ ഫോം എനിക്ക് വന്നിട്ട് ഞാൻ ആ ഫോം വെച്ച് അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കതിങ്ങനെ സൗണ്ട് ശബ്ദലേഖനം അല്ലെങ്കിൽ സിനിമ എന്താണെന്ന് പോലും അറിയില്ല. സിനിമ കാണുന്നതല്ലേ, എങ്ങനെ ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. പിന്നെ യേശുദാസിൻ്റെ ഒക്കെ പാട്ട് കേൾക്കുമ്പോൾ ഇതെങ്ങനെയാണ് ചെയ്ത ഒരു ഇതുണ്ടായിരുന്നു, ഒരു ആകാംക്ഷ, ഇതെങ്ങനെ ചെയ്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതും കൂടിയും ഒരു അട്രാക്ഷനാണ് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേരണം എന്നുള്ളത്. ഇപ്പോൾ അന്നത്തെ പാട്ടുകളാണല്ലോ, ഇപ്പോഴും നമുക്ക് മറക്കാൻ പറ്റില്ല അന്നത്തെ പാട്ടുകളൊക്കെ. ഈ ഓൾഡ് ജനറേഷൻ മൂവിയും ന്യൂ ജനറേഷൻ മൂവിയും തമ്മിലുള്ളൊരു വ്യത്യാസം സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സൗണ്ടിൻ്റെ കേസിൽ മാത്രമല്ല ബാക്കിയെല്ലാം ഇല്ല. അതിലിപ്പോൾ നമ്മളിപ്പോൾ ന്യൂജൻ ആയിരുന്ന കാലത്തും ഞാനിപ്പോൾ ന്യൂജൻ ആയിരുന്ന കാലത്ത്, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത്, അതിന് മുമ്പുള്ള ഒരു ഓൾഡ് ജൻ മൂവീസ് ഉണ്ടായിരുന്നു. അത് അന്ന് അതത്ര നോട്ട് ചെയ്തില്ല. പണ്ടത്തെ പടങ്ങൾ ഇപ്പോൾ തിക്കുറിശിയൊക്കെ നായകനൊക്കെ അഭിനയിച്ചിരുന്ന പടം ഞാൻ കണ്ടിട്ട് പോലില്ല. അതിൽ നിന്ന് പിന്നെ ഒരു ന്യൂജൻ മൂവി വരുന്നത് ലേറ്ററായിട്ട് പത്മരാജൻ്റെയും അങ്ങനെയുള്ള കുറേ പടങ്ങൾ, ഭരതൻ്റെ, CB മലയിൽ, അങ്ങനെയുള്ള കുറേ ആൾക്കാർ, അത് ഭയങ്കര ചേഞ്ച് ആയിരുന്നില്ലേ. അതൊരു ന്യൂജൻ മൂവി അന്നത്തെ, ആ പേരുണ്ടായിരുന്നില്ലെന്നേ ഉള്ളൂ. ആ ചേഞ്ച് എന്തായാലും ഏത് ആർട്ടിലായാലും വന്നുകൊണ്ടിരിക്കും. ഈവൻ ക്ലാസിക്കൽ ആർട്സ് തന്നെ ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നങ്ങ്യാർ കൂത്തവരുടെ ഒരു ക്ലാസിക്കൽ ആർട്ടുണ്ട്, അതിൻ്റെ കംപ്ലീറ്റ് മാറി, അതിൻ്റെ മേക്കപ്പും എല്ലാം അന്നത്തെ പോലെയല്ല ഇപ്പോൾ. അത് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ എവല്യൂഷൻ്റെ പ്രോസസ്സായിട്ടാണ് ഈ ന്യൂജൻ മൂവീസിനെ കാണാൻ പറ്റുള്ളൂ. ഇതിൽ ചിലതൊക്കെ വളരെ നല്ല പടങ്ങളുണ്ട്. പല ന്യൂജൻ മൂവീസും ഞാനധികം ഇതിൽ കാണുന്നുണ്ട്, OTTയിൽ കാണുന്നത്.
വളരെ ഹൈലി ഇംപ്രസീവ് ആയിട്ടുള്ള മൂവീസും. ഒരിക്കലും അത് മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഈ 26ാമത് IFFKയിൽ സാറ് വന്നു. സാറ് കണ്ട പടങ്ങൾ, ധാരാളം പടങ്ങൾ കാണാൻ പറ്റി കാണുമല്ലോ. ധാരാളം എന്ന് പറഞ്ഞാൽ ആവറേജ് ത്രീ ഫിലിംസ് എ ഡേ, അങ്ങനെ 3-4 മാക്സിമം. സാറിന് ഏതൊക്കെ പടങ്ങളാണ് ഇഷ്ടപ്പെട്ടത്? എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഇന്ത്യൻ പടം ഷൂ ബോക്സ് എന്നിട്ട് പടമുണ്ട്. ഷൂ ബോക്സ് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മുക്കഗലി പറഞ്ഞിട്ടൊരു പടം നന്നായി തോന്നി. പിന്നെ ഇപ്പം ഞാൻ കുറച്ച് കണ്ടുകൊണ്ടിരുന്ന ക്ലാരസ്, അത് നല്ല പടമാണെന്ന് ഇടയ്ക്ക്, പക്ഷേ എനിക്കന്ന് ഇറങ്ങി പോരേണ്ടി വന്നു, അതുകൊണ്ട് പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ നല്ല പടങ്ങൾ കുറേ ഉണ്ട് ഈ പ്രശ്നത്തിൽ. എല്ലാം എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതിന് നല്ലതാണെന്ന് അറിഞ്ഞ് വരുമ്പോഴേക്കും അത് ബുക്കിംഗ് തീർന്നു പോയി, അങ്ങനെ കാണാൻ പറ്റി. പക്ഷേ ചിലതൊക്കെ നല്ല നല്ല പടങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഫീൽഡിലോട്ട് കടന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് സാറിന് എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് കൊടുക്കാനുണ്ടാവുമല്ലോ, എന്താണ് അവരോട് പറയാനുള്ളത്? സൗണ്ടിലാണ്. സൗണ്ടിൽ അഡ്വൈസ് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ പണ്ട് ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോഴും, ഇപ്പം ഞാൻ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരാൾ ഒരു പടം കൊണ്ട് വന്നാൽ, ഇപ്പോൾ ഉദാഹരണം ജയരാജ് ദേശാടനം എന്നുള്ള പടം കൊണ്ട് വരിക, അദ്ദേഹം എന്നോട് വന്നിട്ട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഇതിലാ വയസ്സായ ആൾക്ക് ഡബ് ചെയ്യാൻ ഒരാളെ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ വെൺമണി വിഷ്ണു പിറവിയിലൊക്കെ വർക്ക് ചെയ്തിട്ട് പ്രേംജിക്ക് വോയിസ് കൊടുത്ത്, വെൺമണി വിഷ്ണു തിരക്കിടില്ല പറഞ്ഞു. അങ്ങനെ വെൺമണി വിഷ്ണു വിളിച്ച് അങ്ങനെ ആ പടം ഫുള്ളായിട്ട് പിന്നെ ഇവിടെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ എല്ലാം ഞാനാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയലോഗ് ഡബ്ബിങ്ങും മ്യൂസിക് റെക്കോർഡിങ്ങും സൗണ്ട് എഫക്ട്സ് റെക്കോർഡിങ്ങും ട്രാക്ക് ലേയിങ് എല്ലാം ഞാൻ തന്നെ ചെയ്യുക. വേറെ ആരും അതിൽ വേറെ ഒരു സ്റ്റാഫല്ല, ആരുമല്ല, ഫുൾ എൻ്റെ ചുമതല ആ പടത്തിൻ്റെ മുഴുവൻ. ഇന്നത്തെ കാലത്ത് അങ്ങനെ നടക്കില്ല. ഇന്നത്തെ കാലത്ത് ഒക്കെ ട്രാക്സൊക്കെ അധികമായി ഭയങ്കര ഇതായി. കാരണം ഓരോരുത്തരും ഓരോന്ന് ചെയ്യും. സൗണ്ട് ഡയലോഗ് ഒരാൾ ചെയ്യും, ഡയലോഗ് എഡിറ്റിംഗ് ഒരാൾ ചെയ്യും, മ്യൂസിക് വേറെ എവിടെയോ ചെയ്യും, മ്യൂസിക് ട്രാക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന വേറൊരാൾ, എല്ലാം കംപ്ലീറ്റ് എന്താ പറയുക, ഒരു ടോട്ടാലിറ്റി ഇല്ല, സെപ്പറേറ്റ് ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിപ്പെൻസ് ഓൺ ഈ പേഴ്സൺ, ആരാണ് അതിന് ഒരു സൗണ്ടിന് ഒരു ഹെഡ് ഉണ്ടാവണമല്ലോ. ഒരു പടത്തിൻ്റെ സൗണ്ട് ട്രാക്ക് ഉത്തരവാദിത്തം അയാളുടെ ആണ്. ഇപ്പോൾ ഞാൻ അതൊക്കെ കുറച്ചൊക്കെ ഉത്തരവാദിത്തം നോക്കും, കേട്ട് നോക്കിയിട്ട് ശരിയല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ പല പടത്തിനും ഇല്ല. അങ്ങനെ ആളെ ഉണ്ടാവില്ല ചിലപ്പോൾ. ഓരോരുത്തർ ഒന്ന് ഓരോ സ്ഥലത്ത് ചെയ്യുന്ന അവസാനം ഫൈനൽ മിക്സ് ചെയ്യാൻ വരുന്ന ആൾക്ക് ഈ കുറേ സൗണ്ട് ട്രാക്ക് കിട്ടും, അയാൾ മിക്സ് ചെയ്യും. അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അയാൾ പറയും ഡെഫിനറ്റ്ലി. പക്ഷേ അതല്ലാതെ ടോട്ടൽ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ ശരിക്കും പറഞ്ഞാൽ ഇല്ല. സൗണ്ട് ഡിസൈനർ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. ഞാനൊക്കെ സൗണ്ട് ഡിസൈൻ ചെയ്യാം. ഞാൻ അത് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം സൗണ്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ഡയലോഗും മ്യൂസിക്കെല്ലാം ഞാൻ ഏകദേശം കേട്ടിട്ടൊക്കെ നോക്കും. പക്ഷെ എന്നാലും ഒരു ടോട്ടാലിറ്റിയിൽ പണ്ടത്തെ പോലെ ഒരു ടോട്ടലായിട്ടുള്ള ഒരു ഇതില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ളൊരു എന്താ പറയുക, ടോട്ടൽ ഒരു പടത്തിൻ്റെ സൗണ്ടിൻ്റെ ഉത്തരവാദിത്വം ആരാണ് എന്നുള്ള അത് ഇപ്പോൾ വളരെ കുറവാണ്. ഉണ്ട്. ഇപ്പം ഞാൻ പറയാം, അങ്ങനത്തെ പടങ്ങൾ ചെയ്യുമ്പോൾ ബോംബെയിലൊക്കെ റസൂൽ പൂക്കുട്ടിയൊക്കെ ചെയ്യുന്ന പടങ്ങൾ റസൂലിനാണ് അതിൻ്റെ ഉത്തരവ്, പുള്ളി അത് ഏറ്റെടുത്ത് അങ്ങനെ. പക്ഷേ ഇവിടെ പല കാരണങ്ങളെ കൊണ്ട് നടക്കില്ല. കാരണം ഒന്നാമത് ഫണ്ട്, ബഡ്ജറ്റിങ്, പിന്നെ പലരും പല സ്ഥലത്ത് ചെയ്യും, അങ്ങനെയുള്ള നടക്കുന്നില്ല. അതാണ് അപ്പം ഞാൻ പുതിയ ആൾക്കാരോട് പറയുന്നത് അതാണ്. നിങ്ങൾ ഒരാൾ ഡബ്ബിങ് മാത്രമാണ് ചെയ്യണമെങ്കിലും നിങ്ങളെ പടത്തിൻ്റെ ഫുൾ സൗണ്ടിനെ പറ്റി നിങ്ങൾ ബോധവാന്മാരാവണം. എന്തൊക്കെയാണ് ബാക്കി അത് വരാൻ പോകുന്നത്. ഡയറക്ടറോടോ അതിൻ്റെ സൗണ്ട് ഡിസൈനറോടൊക്കെ സംസാരിച്ചിട്ട് അതിനെപ്പറ്റി ഇൻവോൾവ് ആണ് ഫുള്ളായിട്ട്. വെറുതെ ഇപ്പോൾ പടത്തിന് ഡബ് ചെയ്യാൻ വേണ്ടി ഒരു പടം വന്ന് ഡബ് ചെയ്ത് കൊടുത്തു പോയി, അങ്ങനെയല്ല. ആ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് സ്റ്റേജ് തൊട്ടിടുന്ന് കഴിയുന്നു പറ്റുമെങ്കിൽ ഇൻവോൾവ് ആവുക. അത് പോസിബിളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ പേഴ്സണലായിട്ടുള്ള റിലേഷൻസൊക്കെ ഉള്ള ആൾക്കാർക്ക് ഡയറക്ടറിൽ നിന്ന് സ്ക്രിപ്റ്റ് വാങ്ങി വായിക്കാനും എനിക്ക് പറ്റില്ല. പക്ഷേ എങ്കിലും അതാണ് ഒരു ലാക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. സാർ, സിനിമയിൽ സൗണ്ടിൻ്റെ പ്രാധാന്യം കൂടി വരുന്നതായിട്ടാണോ നമ്മളിപ്പോൾ? ഡെഫിനറ്റ്ലി കൂടി വരുന്നതാണ്. കാരണം സൗണ്ടിനുള്ള സ്കോപ്പ് കൂടിയിരിക്കല്ലേ. ഇപ്പോൾ സൗണ്ടിൻ്റെ സ്കോപ്പ് കൂടെ പറഞ്ഞാൽ പണ്ട് സിനിമയിൽ കൊടുക്കാൻ പറ്റാത്ത കുറേ സൗണ്ടുകളുണ്ടായിരുന്നു. നമുക്കത് സിനിമയിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ സൗണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫിലിമിൻ്റെ പല ശബ്ദങ്ങൾ നമ്മൾ വേണ്ട, ഇപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റെക്കോർഡ് ചെയ്യാനുള്ള എക്യുപ്മെൻ്റ് ഇല്ല, റെക്കോർഡ് ചെയ്തുകൊണ്ട് ട്രാക്കിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയല്ല, ഏത് സൗണ്ട് വേണിച്ചാൽ എങ്ങനെ വേണിച്ചാൽ ഉപയോഗിക്കാം. ഏത് സൗണ്ട് വേണിച്ചാൽ നമുക്ക് പോയി റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ സൗണ്ട് ലൈബ്രറീസ് ഇഷ്ടം പോലെ അന്ന് എടുക്കാം, അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് സൗണ്ടിൻ്റെ പ്രാധാന്യം കൂടിയിരിക്കുകയാണ്. അത് ഉപയോഗിക്കുന്ന ആളെ അനുസരിച്ചിരിക്കും. ഡയറക്ടർക്ക് അങ്ങനെയുള്ളൊരു
വിഷൻ ഉണ്ടെങ്കിൽ, സൗണ്ട് ട്രാക്കിനെ പറ്റിയിട്ട് നല്ല ബോധം ഉണ്ടെങ്കിൽ, സൗണ്ട് ട്രാക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി അറിയെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രാധാന്യം കൂടിയിരിക്കും. സൗണ്ട് ഇൻ മൂവി പിക്ചേഴ്സ് എന്നൊരു ബുക്ക് കൂടെ സാറ് എഴുതിയിട്ടുണ്ടല്ലോ, ആ ബുക്കിൽ എന്നെ പറ്റിയും കൂടെ ഒരു പറഞ്ഞു എന്താ? അപ്പോൾ അതിൽ എന്താണ് പറ്റി, ഇപ്പോൾ ബുക്ക് ശരിക്കും ഞാൻ പറയുക ഔട്ട്ഡേറ്റഡാണ്. കാരണം അന്ന് ഡിജിറ്റൽ ഇത്ര വന്നിട്ടില്ല. ഡിജിറ്റൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനത് എഴുതിയത്. അപ്പോൾ ഡിജിറ്റൽ പ്രൊജക്ഷൻ, പ്രത്യേകിച്ചിട്ട് ഡിജിറ്റൽ റെക്കോർഡിങ് വന്നിട്ടുണ്ട്, പക്ഷേ ഡിജിറ്റൽ പ്രൊജക്ഷനും അങ്ങനെയുള്ളതൊക്കെ അന്ന്. അപ്പോൾ അതിലുള്ള കുറച്ചുകൂടി എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ആ പുസ്തകം. അത് പിന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്രേ ഉള്ളൂ ആ പുസ്തകത്തിന്. പക്ഷേ കുറേ ആൾക്കാർ നല്ല അഭിപ്രായമൊക്കെ വായിച്ചിട്ട് പറഞ്ഞു. ഞാൻ വെറുതെ ഈ വർക്ക് കഴിഞ്ഞ് റിട്ടയർ ചെയ്തതിന് ശേഷം വെറുതെ ഞാൻ പ്ലാൻ ചെയ്ത് എഴുതിയതാണ്. പിന്നെ ശബ്ദവും എഴുത്തും അല്ലാതെ മറ്റേത് മേഖലകളിലൊക്കെയാണ് സാർ കൈവച്ചിട്ടുള്ളത്? അല്ല, ഞാൻ ഡോക്യുമെൻ്ററി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ ഡോക്യുമെൻ്ററികൾ 10 രൂപ ചെയ്തിട്ടുണ്ടാവും. ആദ്യം ചെയ്ത് കോട്ടക്കൽ ആയുർവേദശാലയുടെ എന്താ പറയുക ഫൗണ്ടറുണ്ട്, ഡോക്ടർ PS വാര്യർ. ആയുർവേദത്തിന് ശരിക്കും ഇന്ത്യയിൽ ആയുർവേദത്തിന് ഒരു സ്ഥാനം ഉണ്ടാക്കി കൊടുത്ത അദ്ദേഹമാണ്. കാരണം പറഞ്ഞാൽ അതുവരെ ആയുർവേദം ഈ പച്ചമരുന്നുകളൊക്കെ ഓരോരുത്തർ വൈദ്യന്മാരെടുത്ത് ഇങ്ങനെ നമ്മളോട് പറയും, ഇത് വീട്ടിൽ പോയിട്ട് അങ്ങനെ വെള്ളത്തിലൊക്കെ കഴിയും. അപ്പോൾ ഇദ്ദേഹം വേറൊരു ഡോക്ടറുടെ കൂടെ കുറച്ച് വർക്ക് ചെയ്തു. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു ഇതിങ്ങനെ പറ്റില്ല, അതേപോലെ നമുക്കും കഷായങ്ങൾ കുപ്പിയിലൊക്കെ ആക്കി കൊടുക്കണം എന്നാണ്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ആയുർവേദത്തിനെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ആയുർവേദശാലയിലത്തെ ഡോക്ടർ PS വാര്യർ. മാത്രമല്ല അദ്ദേഹം ഒരു ആർട്ടിസ്റ്റായിരുന്നു. അദ്ദേഹം നാടക കമ്പനികൾ, അദ്ദേഹം അഭിനയിക്കുമായിരുന്നു, അദ്ദേഹം നാടകം എഴുതുമായിരുന്നു, സംവിധാനം ചെയ്യുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. അതിന് അന്നത്തെ സോഷ്യലി റെലവൻ്റ്. ഇപ്പോൾ കോളറ വന്ന കാലത്ത്, കോളറ പറഞ്ഞാൽ അന്ന് ആരും പേടിച്ച് പുറത്തിറങ്ങില്ല. ഇദ്ദേഹം കോളറ വന്ന കാലത്ത് എല്ലാ കോളറുള്ള വീടുകളിലും പോയിട്ട് എങ്ങനെയാണ് ശുചീകരണം ചെയ്യുക, എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുക, കോളറൊക്കെ എന്താ വെള്ളം ചൂടാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്ത് ലീഫ്ലെറ്റുകൾ അടിച്ചുണ്ടാക്കി നാട്ടിലൊക്കെ വിതരണം ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്യുന്നവരും. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് വായിച്ചപ്പോൾ, ബുക്ക് വായിക്കുന്നതിന് മുമ്പ് എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഞാൻ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഭയങ്കര ഒരു വലിയ മനുഷ്യനാണ്. അന്നത്തെ ഈ നമ്മുടെ ആ കാലത്ത് കുറേ ഉണ്ടല്ലോ നമ്മുടെ നവോത്ഥാന നായകന്മാർ, അതിൽ പെട്ട ഒരാളാണ് ഇദ്ദേഹം ഈ എന്താ പറയുക മെഡിക്കൽ ഫീൽഡിൽ. അപ്പോൾ അങ്ങനെ തോന്നി ഞാൻ സംവിധാനം ചെയ്ത ഡോക്യുമെൻ്ററിക്ക് നാഷണൽ അവാർഡ് കിട്ടി. മറ്റേ അതുമാത്രമല്ല മുംബൈ ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഒരു സ്പെഷ്യൽ മെൻഷനോട് രണ്ടും കിട്ടി. അങ്ങനെ അന്നാ ഞാൻ ഡോക്യുമെൻ്ററി ഉണ്ടാക്കും. പിന്നെ കുറേ ഡോക്യുമെൻ്ററി KSFDCക്ക് വേണ്ടിയിട്ടും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടും CDP ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊരു ഡോക്യുമെൻ്ററി ഫിലിം ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അത് സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി. ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രശസ്ത ശബ്ദലേഖകൻ കൃഷ്ണനുണ്ണി സാറാണ്. സാറിന് ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും ഭാവുകങ്ങളും. നന്ദി.